ഹലോ മകളെ, ക്രിസ്മസ് എക്സാം അടുത്ത് വരുന്നതിനെ പറ്റി എല്ലാവരും ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ ഇനി നമുക്ക് ക്രിസ്മസ് എക്സാം എത്താനായിട്ട് കൃത്യം പറഞ്ഞാൽ 1.5 മാസം സമയമാണ് കയ്യിലുള്ളത്. പക്ഷെ ഈ 1.5 മാസം സമയം അടിപൊളിയായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ A+ വാങ്ങിക്കുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ സാർ? അപ്പൊ നമുക്ക് അതിന് എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുക സാർ? യെസ്, അപ്പൊ ഹാഫ് ഇയർലി എക്സാം എന്ന് പറയുമ്പോൾ മക്കളെ ക്വാർട്ടർലി എക്സാം കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അങ്ങനെയല്ലേ? റെഡി, ഓക്കെ. അപ്പോൾ ക്വാർട്ടർലി എക്സാമിന് നമുക്ക് 2.5 ചാപ്റ്റർ ആയിരുന്നുള്ളത്, അതായത് 3rd ചാപ്റ്ററിലുള്ള റിയാക്ടിവിറ്റി സീരീസ് വരെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാൽവനിക് സെൽ മുതൽ അങ്ങോട്ട് 4ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ഓക്കെ, 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ 6th ചാപ്റ്ററിലെ പകുതി വരെയാണ് നമുക്ക് ഹാഫ് ഇയർലി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പാഠഭാഗങ്ങൾ മക്കൾ പഠിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ ലാസ്റ്റ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിനാണ് ഏറ്റവും പ്രയോറിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഉള്ള ചാപ്റ്ററിന് ബാക്കോട്ട് റിവൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇനി അത് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മിസ്? അപ്പൊ പഠിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, ഇപ്പൊ നമ്മൾ കെമിസ്ട്രി പഠിക്കാൻ എടുക്കുമ്പോൾ മിക്ക കുട്ടികൾക്കും ഒരു പാടുള്ള ചാപ്റ്റർ ആണ് ഓർഗാനിക് കെമിസ്ട്രി, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അതിൽ ആ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ ഒക്കെ വരുമ്പോൾ ഭയങ്കര അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് എക്സാം ആകുമ്പോൾ പഠിക്കാന്ന് പറഞ്ഞ് മാറ്റിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഏത് ചാപ്റ്റർ ആണോ ഏത് പാടാണോ നമുക്ക് ഏറ്റവും പാടായിട്ടുള്ളത് നമ്മൾ അതിന് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. അതെ, അപ്പൊ നമ്മൾ അതിന് പ്രയോറിറ്റി ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമുക്ക് ഒരു ടോപ്പിക് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നും അല്ലെ. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ Xylem SSLC ചാനലിലേക്ക് വന്നാൽ ഇപ്പൊ നമ്മുടെ ഷഫീഖ് സാർ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ അതിലെ കോണ്ടന്റ് വീഡിയോസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാത്രമായിട്ടുള്ള കോണ്ടന്റ് വീഡിയോസ് നോക്കാം, അല്ലെങ്കിൽ ലൈവ് സെക്ഷനിൽ പോയിട്ട് ആ ഒരു പോർഷൻ മാത്രം കാണാം. അപ്പൊ നമുക്ക് അങ്ങനെ അടിപൊളിയായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഉണ്ട് അല്ലെ. മക്കൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് A+, 10A+ എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക് എക്സാമിലേക്കാണ് എയിം ചെയ്യുന്നതെങ്കിലും പക്ഷെ അത് ഹാഫ് ഇയർലി മുതൽ തന്നെ നമ്മളെ മക്കൾക്ക് അത് സ്കോർ ചെയ്ത് പോകാൻ പറ്റും. അതിന് എല്ലാ സൗകര്യവും Xylem ഒരുക്കി തരുന്നുണ്ട്. ഞാനും മിസ്സും അതിനു വേണ്ടിയിട്ട് ഇവിടെ കഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം നമ്മൾ എല്ലാ കാര്യത്തിലും കെമിസ്ട്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ടതില്ല. പബ്ലിക് ലൈവുകൾ വരുന്നുണ്ട്, കോണ്ടന്റ് വീഡിയോസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കണ്ടാലും മക്കൾക്ക് എപ്പോഴും എനി ടൈം ആ വീഡിയോസ് അവിടെ കിടക്കുന്നുണ്ട്. മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും സബ്ജക്ട് വൈസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാൻ പറ്റും. ഇനി പബ്ലിക് ലൈവിൽ വന്നാൽ മക്കളുടെ ഡൗട്ടുകൾ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞങ്ങൾ തീർച്ചയായിട്ടും ലൈവുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ നമ്മൾ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ. പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുക വേണം അല്ലെ. അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ടൈം കണ്ടെത്തുന്നത് ഒരു 10 മിനിറ്റ് മതി. അപ്പൊ എങ്ങനെയാ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുക? അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ചാപ്റ്റർ പഠിക്കണം. ഇപ്പൊ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ ആണെങ്കിൽ നമുക്ക് അതിന് ഇന്ന പാർട്ടാക്കി മാറ്റാം. ഫസ്റ്റ് നമ്മൾ ഓരോ മിനറൽ അതിന്റെ എക്സാമ്പിൾ ഒരു കുട്ടിയായിട്ട് അല്ലെ. പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ, പിന്നെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ ഇരുമ്പിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ ഇരുമ്പിന്റെ പ്രൊഡക്ഷൻ നമ്മൾ എന്തൊക്കെ ഓർത്തിരിക്കണം? കുറച്ച് സ്റ്റെപ്സിന്റെ റെഡ്യൂസിങ് ഏജന്റ് ആരാ, സ്ലാഗ് ആരാ, അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ നോട്ടിനുള്ളിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ 1-2 പേജിൽ ആ മുഴുവൻ ചാപ്റ്റർ നമ്മൾ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്ന ചെറിയ നോട്ട് മാത്രം മതി നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഫുൾ കാര്യങ്ങളും ഒന്ന് ഓർത്തെടുക്കാനായിട്ട് അല്ലെ. എക്സാമിന്റെ തലേന്നൊക്കെ ഈ നോട്ട് നോക്കുകയാണെങ്കിൽ മക്കൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള ചിന്ത തന്നെ മാറി കിട്ടും. നല്ല മെത്തേഡാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ മക്കൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അത് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല, ഇനി അതേ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് എക്സാമിനും അത് തന്നെ മതി. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ലൈവ് കാണുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു, വീഡിയോസ് കാണുന്നു. ഓക്കെ, ഒരു ടോപ്പിക് വൈസ് ഉള്ള ഒരു കോണ്ടന്റ് വീഡിയോസ് ആണ് ഞാനായാലും മിസ്സായാലും ഇട്ടിരിക്കുന്നത്. അപ്പൊ കണ്ടാൽ മക്കൾക്ക് ഏതെങ്കിലും ടോപ്പിക് ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആവും അല്ലെ. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് സൈലത്തിൽ നിന്നുള്ള എല്ലാവിധ ഫെസിലിറ്റീസും മക്കൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ അല്ലെങ്കിൽ ഫുൾ A+ മേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ കെമിസ്ട്രി ആണ്, അപ്പൊ കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് മേടിച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ പരമാവധി അതിനെ പ്രയോജനപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ടീമായി നിന്നുകൊണ്ട് നമ്മൾ 2 പേരും ഒന്നിച്ച് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് മേടിച്ചു തരാനായിട്ട് നമ്മുടെ ലക്ഷ്യം ഫുൾ മാർക്ക് ആണ്. ഒരു ക്വസ്റ്റ്യൻ പോലും മക്കൾക്ക്
ആൻസർ ചെയ്യാൻ കഴിയാക്കരുത്. ഓക്കെ, അപ്പൊ ഫുൾ മാർക്ക് തന്നെ വേണം. A+ എന്ന് പറഞ്ഞാൽ നേടാൻ എളുപ്പമാണ്, പക്ഷെ ഫുൾ മാർക്ക് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും. ലൈവ് സെക്ഷൻസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കോണ്ടന്റ് വീഡിയോസ് ആയിക്കോട്ടെ, ടിപ്സ്, ട്രിക്സ്, എവറിത്തിങ് ഞങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടി റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ യെസ് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാ. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ചാണ് നമ്മൾ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് നേടിത്തരാൻ ഞങ്ങൾ ഉണ്ടാവും കൂടെ. അപ്പൊ ഇങ്ങനെ പൊളിക്കല്ലേ? പിന്നെ അല്ല.